നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അത്തം പിറന്നു, ഇനി പൂവിളിയുടെ നാളുകൾ. തൃശൂർ തെക്കേ ഗോപുര നടയിൽ ഓണത്തിന്റെ വരവറിയിച്ച് ഭീമൻ പൂക്കളം വിരിഞ്ഞു. ഓണത്തിന്റെ ആരവങ്ങൾക്ക് മാറ്റുകൊട്ടാൻ കുമ്മാട്ടി സംഘങ്ങൾ ഒരുങ്ങുന്നു. കുമ്മാട്ടി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് തൃശൂർ നടുവിലാലിൽ കൊടിയേറി. നടൻ ദേവൻ BJP വിട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും പാർട്ടിയിലെ പ്രാഥമിക അംഗത്വവും രാജിവെച്ചുള്ള കത്ത് ഉടൻ കൈമാറും. കുറാഞ്ചേരി ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 8 ആണ്ട്. മരിച്ചവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ കണ്ണീർ പ്രണാമമർപ്പിച്ച് ഉറ്റവരും പ്രദേശവാസികൾ. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനു സമീപം റോഡരികിലെ മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചതിനെ തുടർന്ന് പക്ഷിക്കുഞ്ഞുങ്ങൾ ചത്തുവീണു. പ്രതിഷേധിച്ച് പരിസ്ഥിതി പ്രവർത്തകർ. തൃശൂർ വെള്ളാനിക്കരയിൽ ഫാമിലെ പശുക്കളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമം. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഫാം ഉടമ. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന സ്കൂൾ ചെയർമാൻ വാട്സാപ്പ് സന്ദേശം വിവാദത്തിൽ. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപാടിന്റെ സന്ദേശമാണ് വിവാദമായത്. വാർത്തകൾ വിശദമായി. അത്തം നാളിനെ വരവേറ്റ് തൃശൂർ തെക്കേ ഗോപുര നടയിൽ 18ാം വർഷവും സായാഹ്ന സൗഹൃദ കൂട്ടായ്മ മെഗാ പൂക്കളമൊരുക്കി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ എന്നിവർ ചേർന്ന് പൂക്കളത്തിന്റെ സമർപ്പണം നിർവഹിച്ചു. പൂക്കളത്തിന് മുന്നിൽ രാജൻ J പല്ലൻ MLA പതാക ഉയർത്തി തൃശൂരിന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ സാമ്പത്തിക പിന്തുണയും പ്രയത്നവുമാണ് മെഗാ പൂക്കളം യാഥാർത്ഥ്യമാക്കിയതെന്ന് കൺവീനർ ഷോബി വർഗീസ് TCBയോട് പറഞ്ഞു. തൃശൂർ തെക്കേ ഗോപുര നടയിൽ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ മെഗാ അത്തപ്പൂക്കളത്തോടെ തൃശൂര് ഓണത്തിന്റെ ആരവങ്ങളിലേക്ക്, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഓണത്തിന്റെ വൈബിലേക്ക് അങ്ങ് ഉണർന്നിരിക്കുകയാണ്. സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ കൺവീനർ ഷോബി T വർഗീസ് നമ്മോടൊപ്പം ചേരുന്നു. എത്ര കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് ഈ പൂക്കൾ? 100 കിലോ പൂക്കൾ ഞങ്ങൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 100-200 വരുന്ന സന്നദ്ധ പ്രവർത്തകർ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു സംരംഭമാണ്. ഒപ്പം നാട്ടുകാരും എല്ലാവരും കൂടി 2000 കിലോ പൂക്കൾ, ഒപ്പം 3 ദിവസത്തെ പ്രയത്നം, അതെല്ലാം കൂടിയാണ് ഈ പൂക്കളം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് എത്രാമത്തെ വർഷം? ഇത് ഞങ്ങളുടെ 18ാമത്തെ അത്തപ്പൂക്കളമാണ്. ഞങ്ങൾ സായാഹ്നങ്ങളിൽ സംസാരിച്ചിരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ വിവിധ ഗ്രൂപ്പുകളുണ്ട്. റിട്ടയർഡ് KICB ജീവനക്കാർ, റിട്ടയർഡ് ബാങ്കുകാർ, അധ്യാപകർ, അഭിഭാഷകർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, അങ്ങനെ ഈ നാടിൻ്റെ ഒരു പരിച്ഛേദം ഈ കൂട്ടായ്മയിലുണ്ട്. എത്ര അടിയുണ്ട് ഈ പൂക്കളം? ഇത് കഴിഞ്ഞ 60 അടി, ഈ വട്ടം 62 അടിയാക്കി ഞങ്ങൾ തീർത്തിരിക്കുന്നത്. അടുത്ത വർഷം വീണ്ടും വിപുലീകരിക്കണം. നിങ്ങൾ ബുദ്ധിമുട്ടിക്കല്ല, ഞങ്ങൾക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. ഇത് ഒരു മനുഷ്യപ്രയത്നമാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും വലുതായി നിൽക്കുന്നത്. അത് സാധിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ നടക്കും, ഒരു ബുദ്ധിമുട്ടില്ല. എങ്ങനെയാണ് ഇതിനാവശ്യമായൊരു സാമ്പത്തികം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്? സാമ്പത്തികം ഞങ്ങൾ നിങ്ങൾക്കോട് പറയുകയാണെങ്കിൽ എളുപ്പം പറഞ്ഞുതരാം. 2000 കിലോ പൂവെന്ന് കരുതുക. ഇന്നത്തെ പൂവിൻ്റെ വില 600 രൂപയാണ് ശരാശരി. 600 × 2000 അടിച്ചാൽ നമുക്ക് കൂട്ടിമുട്ടാത്തൊരു സംഖ്യയാണ്. അതൊന്നും ഞങ്ങൾക്കൂടെ വരുന്നില്ല. എല്ലാം സൗഹൃദ കരങ്ങളിലൂടെ ഇവിടെ എത്തും. അപ്പോൾ വലിയ രീതിയിൽ തൃശ്ശൂരിൻ്റെ അഭിമാനമായി തന്നെ ഈ മെഗാ അത്തപ്പൂക്കളം ഇങ്ങനെ തൃശ്ശൂർ തെക്കേ ഗോപുര നടയിൽ വിരിഞ്ഞു നിൽക്കുകയാണ്. തൃശ്ശൂർ ഓണത്തിൻ്റെ ആരവങ്ങളിലേക്ക് നീങ്ങുന്നു. ക്യാമറമാൻ ആഷിഖ് വെല്ലൂരിനൊപ്പം KB ലിബീഷ്, തൃശ്ശൂർ. ഓണത്തിന്റെ ആരവങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കുമ്മാട്ടി സംഘങ്ങൾ തയ്യാറെടുപ്പ് തുടങ്ങി. ഈ വർഷത്തെ കുമ്മാട്ടി മഹോത്സവത്തിന് നടുവിലാലിൽ കൊടിയേറി. വരും കാലങ്ങളിൽ പുലിക്കളി മാതൃകയിൽ കുമ്മാട്ടി സംഘങ്ങളെ സ്വരാജ് റൗണ്ടിലെത്തിച്ച് ആഘോഷം നടത്താനുള്ള ഒരുക്കത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ. തൃശൂർ കോർപ്പറേഷന്റെ കുമ്മാട്ടി മഹോത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിനാണ് കൊടിയേറിയിരിക്കുന്നത്. കോർപ്പറേഷൻ ഈ കുമ്മാട്ടി മഹോത്സവത്തിന് കൊടിയേറുമ്പോൾ എന്താണ് ഇനിയുള്ള ഭാവി പരിപാടികൾ? അതെ, തീർച്ചയായിട്ടും തൃശൂർ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കുമ്മാട്ടി മഹോത്സവത്തിന് തുടക്കമായിട്ട് കൊടിയേറ്റ ചടങ്ങ് നടന്നിരിക്കുന്നത്. 55 സംഘങ്ങളാണ് ഇപ്രാവശ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 55 സംഘങ്ങൾക്ക് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 50,000 രൂപ വെച്ച് തൃശൂർ കോർപ്പറേഷൻ സംഭാവന കൊടുക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും സംഭാവനകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവരുമായി സംസാരിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം കുമ്മാട്ടിക്കളിയുടെ ഒരു ഡോക്യുമെന്ററി ചിത്രം ഞങ്ങൾ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ പുലിക്കളി മഹോത്സവം പോലെ തന്നെ ഒരു ദിവസം അത്തം മുതൽ നമ്മുടെ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശം നടക്കുന്നത്, അതിൽ ഒരു ദിവസം സ്വരാജ് റൗണ്ടിനെ ചുറ്റി കുമ്മാട്ടിക്കളി നമ്മൾ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡെപ്യൂട്ടി മേയർ പ്രസാദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സംസ്ഥാന സർക്കാരുമായി ഈ വിഷയം സംസാരിച്ചിരുന്നു. ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥനെ ഞങ്ങൾ കാണുകയും ബഹുമാനപ്പെട്ട മേയറും MLA ഒക്കെ തന്നെ ഈ ഒരു ആഗ്രഹം പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ ഞങ്ങൾ ആ ഒരു ആഗ്രഹം പങ്കുവച്ചിട്ടുണ്ട്.
തീർച്ചയായും തന്നെ പോസിറ്റീവായി തന്നെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരും പ്രതികരിച്ചിട്ടുള്ളത്. കോർപ്പറേഷൻ ആഗ്രഹിക്കുന്നതും നഗരത്തിലേക്ക് ഒരു ദിവസം, അപ്പോൾ അതിനാവശ്യമായ സാമ്പത്തിക സഹായം കൂടുതലാണ്. അത് നൽകിക്കൊണ്ട് ടൂറിസ്റ്റിന് സഹായ സഹകരണത്തോട് കൂടി തന്നെ നഗരത്തിനകത്ത് ഒരു ദിവസം കുമ്മാട്ടിക്കളിക്കാർക്ക് വേണ്ടി ഒരു സമയം ഒരുക്കണം തന്നെയാണ്. അങ്ങനെ ദേശങ്ങൾ വിട്ട് നഗരത്തിലേക്ക് കുമ്മാട്ടിക്കൂട്ടങ്ങൾ ഇറങ്ങുന്ന ആ സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ അഷിക് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV. കിഴക്കുംപാട്ടുകര ഫ്രണ്ട്സ് ഓഫ് രാജർഷി കുമ്മാട്ടി സംഘത്തിന്റെ കുമ്മാട്ടി മഹോത്സവത്തിന്റെ അത്തം കൊടിയേറ്റം കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. കുമ്മാട്ടി സംഘം സെക്രട്ടറി വിനു വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. K. ശ്രീനിവാസൻ, PN സുഗുണൻ, ഷോബിൻ തോമസ്, സുരേഷ്, ആനന്ദ് ഗോപുരത്തിങ്കൽ, AV ദീപക്, KK പ്രവീൺ, KK പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. 25 മുതൽ 28 വരെ വർണ്ണപ്പൊടികളാൽ ദൃശ്യവിസ്മയും കുമ്മാട്ടി മുഖങ്ങളുടെ പ്രദർശനവും വീരനാട്യവും വാദ്യമേളങ്ങളോടുകൂടിയ കുമ്മാട്ടി പുറപ്പാടും നടക്കും. നടൻ ദേവൻ BJP വിട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും പാർട്ടിയിലെ പ്രാഥമിക അംഗത്വവും രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ഉടൻ കൈമാറും. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിലാണ് ദേവന്റെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനം. താൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളും ആശയങ്ങളും അടങ്ങുന്നതാണ്. കഴിഞ്ഞ 5 വർഷം സംസ്ഥാന BJP അത് കണ്ടില്ല. എൻ്റെ ലൈൻ ഇതല്ലെന്ന് എനിക്ക് മനസ്സിലായി. 4-5 മാസങ്ങൾക്ക് മുൻപേ രാജിവെക്കണമെന്ന് തീരുമാനമെടുത്തിരുന്നുവെന്നും ദേവൻ കൂട്ടിച്ചേർത്തു. കുറാഞ്ചേരി ദുരന്തത്തിന് 8 ആണ്ട്. ദുരന്തത്തിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ കണ്ണീർ പ്രണാമമറിച്ച് ഉറ്റവരും ബന്ധുക്കളും ഒത്തുകൂടി. 2018 ഓഗസ്റ്റ് 16-നുണ്ടായ ഉരുൾപൊട്ടലിൽ 19 ജീവനുകളാണ് തുടച്ചു നീക്കപ്പെട്ടത്. നിമിഷനേരം കൊണ്ട് പാഞ്ഞെത്തിയ മണ്ണിടിച്ചിൽ തൃശൂർ ഷൊർണൂർ റോഡിന് സമീപമുള്ള റെയിൽവേ പാളം വരെ എത്തിയിരുന്നു. ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് 19 മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. എല്ലാ കാര്യങ്ങളിലും നാടിനൊപ്പമുണ്ടായിരുന്നവരെ ദുരന്തം തട്ടിയെടുത്തതിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് ഇന്നും കുറാഞ്ചേരി. ഉറ്റവരെ മരണം കവരുന്നതിന് തൊട്ടുമുൻപ് മസ്കറ്റിൽ നിന്നും കുടുംബവുമായി സംസാരിച്ച സിജോയ്ക്ക് നഷ്ടപ്പെട്ടത് പിതാവ് മത്തായി, മാതാവ് റോസി, പെങ്ങൾ സൗമ്യ, മക്കളായ മെറിൻ, മെൽന ഉൾപ്പെടെ 5 പേരെയാണ്. സിജോയുടെ ഭാര്യ ബിൻസി പ്രസവത്തിനായി പത്താഴക്കുണ്ടിലെ സ്വന്തം വീട്ടിലായിരുന്നതിനാൽ രക്ഷപ്പെട്ടു. കുറാഞ്ചേരിയിൽ പച്ചക്കറിക്കട നടത്തിയിരുന്ന മോഹനനും കുടുംബവും, ഏഞ്ചൽ, ബേബി, സൗമ്യ, ഇങ്ങനെ 19 ജീവനുകൾ. കുറാഞ്ചേരിക്കാർക്ക് ഉണങ്ങാത്ത മുറിവുകളാണ് ഇവരുടെ ഓർമ്മകൾ. കുറാഞ്ചേരിയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ MP K. രാധാകൃഷ്ണൻ, MLA മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TV സുനിൽകുമാർ, SAA ആസാദ്, K. അജിത് കുമാർ, PN വൈശാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV വടക്കാഞ്ചേരി. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനു സമീപം റോഡരികിലെ മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചതിനെ തുടർന്ന് കൂടുകൾ നിലത്ത് വീണ് പക്ഷിക്കുഞ്ഞുങ്ങൾ ചത്തത് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയാക്കി. കല്ലേറ്റിൻകരയിലെ റെയിൽവേ സ്റ്റേഷന്റെ പഴയ റെയിൽവേ ഗേറ്റിന് സമീപത്ത് അപൂർവ ഇനം കൊക്കുകൾ ചേക്കേറുന്ന റോഡരികിലെ മാവിന്റെ ശിഖരങ്ങൾ PWD മുറിച്ചതിനെ തുടർന്നാണ് കൂടുകൾ തകർന്ന് പക്ഷികളും കുഞ്ഞുങ്ങളും ചത്തത്. ഏതാനും പക്ഷികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷികളുടെ മുട്ടകൾ റോഡിൽ വീണ് പൊട്ടിച്ചിതറിയതും പക്ഷികളും കുഞ്ഞുങ്ങളും നിസ്സഹായരായി അലമുറയിട്ട് കരഞ്ഞതും ദയനീയ കാഴ്ചയായി. സ്വാതന്ത്ര്യദിനാവധിയുടെ മറവിൽ നടന്നത് ക്രൂരതയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞു. മാള PWD എഞ്ചിനീയറുടെ ഉത്തരവ് പ്രകാരമാണ് മരം മുറിച്ചതെന്നാണ് കരാറുകാരുടെ വിശദീകരണം. പക്ഷി നിരീക്ഷകനായ KS റാഫി, പരിസ്ഥിതി പ്രവർത്തകനായ രാജ്കുമാർ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇടപെട്ടതോടെ മാവ് പൂർണ്ണമായും മുറിക്കാനുള്ള നീക്കം കരാറുകാർ ഉപേക്ഷിച്ചിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് RRT സംഘം സ്ഥലത്തെത്തി പരിക്കുപറ്റിയ പക്ഷികളെയും കുഞ്ഞുങ്ങളെയും ഏറ്റെടുത്തു. 2 മാസങ്ങൾക്ക് മുമ്പ് ആളൂർ ജംഗ്ഷനിലെ നാട്ടുമാവുകൾ അവധി ദിവസം മുറിച്ചു മാറ്റാൻ ശ്രമിച്ചത് വലിയ എതിർപ്പുകൾക്ക് ഇടയാക്കിയിരുന്നു. ആളൂർ വൃക്ഷ സംരക്ഷണ സമിതി പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് മാവുകൾ മുറിച്ചു മാറ്റാൻ കഴിയാതിരുന്നത്. TCV ഇരിങ്ങാലക്കുട. തൃശൂർ വെള്ളാനിക്കരയിൽ സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ പശുക്കളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കാൻ ശ്രമം. നഗ്നനായി എത്തിയാണ് പശുക്കളെ പീഡിപ്പിക്കാൻ ശ്രമം നടന്നത്. വെള്ളാനിക്കര സ്വദേശി കുറ്റിക്കൽ സുധീഷ് നടത്തുന്ന ഫാമിലാണ് ഇന്ന് പുലർച്ചെ സംഭവം നടന്നത്. ഒരു പശുക്കുട്ടിയെ കൊണ്ടുപോയതായി ഉടമ പറഞ്ഞു. അക്രമിയുടെ CCTV ദൃശ്യങ്ങൾ ഉടമ പുറത്തുവിട്ടു. മണ്ണുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന സ്കൂൾ ചെയർമാന്റെ വാട്സാപ്പ് സന്ദേശത്തിലൂടെ ഭീഷണിപ്പെടുത്തിയതായി ആക്ഷേപം. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടിനെതിരെയാണ് ആക്ഷേപമുയർന്നത്.
സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് സ്കൂൾ ബസ് വിട്ടെങ്കിലും നിരവധി വിദ്യാർത്ഥികളാണ് വരാൻ തയ്യാറാകാതിരുന്നത്. വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും ഈ നിലപാടിനെതിരെയാണ് രക്ഷിതാക്കളുടെ ഗ്രൂപ്പിൽ രൂക്ഷമായ പ്രതിഷേധം അറിയിച്ചത്. ഈ ശബ്ദ സന്ദേശത്തിൽ ഭീഷണിയുടെ സ്വരമുണ്ടെന്നാണ് രക്ഷിതാക്കളിൽ ചിലരുടെ വാദം. എന്നാൽ ഇതു സംബന്ധിച്ച് ഇതുവരെ രേഖാമൂലം പരാതികൾ നൽകിയിട്ടില്ലെന്നാണ് സൂചന. സ്കൂൾ ബസ്സുകൾ സർവീസ് നടത്തിയതുൾപ്പെടെ 1 ലക്ഷത്തോളം രൂപ മുടക്കി സ്കൂളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഴുവൻ കുട്ടികളും പങ്കെടുക്കാത്തതാണ് സ്കൂൾ ചെയർമാനെ പ്രകോപിപ്പിച്ചത്. പരിപാടിക്ക് ഹാജരാകാത്ത കുട്ടികൾ രാജ്യസ്നേഹമില്ലാത്തവരാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്നുമാണ് ശബ്ദരേഖയിലുള്ളത്. അതേസമയം രാജ്യസ്നേഹമില്ലാത്തവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്ന് അഭിപ്രായപ്പെട്ടത് പാകിസ്ഥാൻ എക്കാലവും ശത്രുരാജ്യമായതിനാലാണെന്നും അല്ലാതെ വർഗീയതയില്ലെന്നും അതിനെ ചിലർ തെറ്റായി കണ്ട് വ്യാജ പ്രചരണം നടത്തുകയാണെന്നും ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ രക്ഷിതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രതികരിച്ചു. കുട്ടികളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള വിവരങ്ങളും എന്തായാലും സ്വാതന്ത്ര്യ സമരം അവർക്ക് എങ്ങനെയാണ് നേടിത്തന്നെ അവർ സ്വാതന്ത്ര്യത്തിൽ നടക്കാനുള്ള ഇന്നത്തെ അവസ്ഥ ഇതെല്ലാം മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ പകുതിയിലേറെ പേരൻസ് അവരെ കുട്ടികളെ ഇത് വിട്ടിട്ടില്ല. അവരെ നാളെ ക്ലാസ് കേട്ടില്ല. അവർ വന്ന് എക്സ്പ്രഷൻ പറഞ്ഞ് എന്നെ നേരിട്ട് കണ്ട എക്സ്പ്രഷൻ പറഞ്ഞ് ഞാൻ കേട്ടുള്ളൂ. ഇത് വളരെ മോശമായ ഏർപ്പാടാണ്. ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അതിനെ ധിക്കരിച്ച് വീട്ടിലിരിക്കുക എന്നുള്ളത് വളരെ മോശമാണ്, വളരെ മോശമാണ്. അവരൊക്കെ വേറെ വല്ല രാജ്യത്ത് വല്ല പാകിസ്ഥാനിലും പോകേണ്ടതാണ്. അവർക്ക് ഇവിടെ ജീവിക്കാൻ അർഹപ്പെട്ടവരല്ല. എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് വേണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ച് അത് ബഹുമാനമില്ലാതെയാണ് കുട്ടികളെ വളർത്തുന്നത്. അത് തന്നെ അവരുടെ കുട്ടികൾക്ക് ന്യായപ്പെടുത്തിയിരുന്നത്. അവരുടെ കുട്ടികളൊക്കെ ധിക്കാരികളും മോശക്കാരുമായി തീരുന്നതിന് കാരണം അവർക്ക് ഇതിനൊന്നും അവസരം നിങ്ങൾ ഉണ്ടായിക്കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവരെ നാളെ ക്ലാസ്സിൽ കയറുന്നില്ല. ആദ്യത്തെ ഒരു പീരീഡ് വരെ പുറത്ത് നിർത്തി ക്ലാസ്സിൽ കയറ്റുന്നത്. ശ്രീ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ BJP അനധികൃതമായി സമാന്തര സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചതിൽ വടക്കുംനാഥ ക്ഷേത്ര മാനേജർ പോലീസിൽ പരാതി നൽകി. ക്ഷേത്ര മൈതാനിയിൽ അനധികൃതമായ പരിപാടി അവതരിപ്പിക്കാനെത്തിയവരെ തടയാൻ ശ്രമിച്ച ക്ഷേത്ര ജീവനക്കാരനെ അസഭ്യം പറഞ്ഞതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ആവശ്യപ്പെട്ടു. ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്ന് ചുമട്ടുതൊഴിലാളി യൂണിയൻ ഗുരുവായൂർ യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. AKG സദനത്തിൽ നടന്ന സമ്മേളനം CITU അഖിലേന്ത്യാ കമ്മിറ്റി അംഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PV പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KC അനിൽ, CITU ഏരിയ സെക്രട്ടറി AS മനോജ്, ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണി വാർനാട്ട്, കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ, MK സജീവൻ, KV സുബീഷ്, NC രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ കോലഴി സ്വദേശിയും തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുമായ KN ഹരിഹരനെ കെയർ കോലഴിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. കോലഴി പഞ്ചായത്ത് അംഗം സന്തോഷ് കോലഴി, MR രവീന്ദ്രൻ, PG ശിവശങ്കരൻ, MS സുരേഷ്, MR ശാന്ത തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ നാദബ്രഹ്മം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഗുരുവായൂർ സംഗീതാർച്ചന 100ഓളം ഗായകരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. സംഗീതാർച്ചനയുടെ 37ാമത് പതിപ്പാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ AV ഗോപിനാഥ് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡ് അംഗം C മനോജ്, മാധ്യമപ്രവർത്തകൻ ശിവജി, നാദബ്രഹ്മം ഫൗണ്ടേഷൻ ഫൗണ്ടർ പ്രസിഡന്റ് MD സോമശേഖരൻ, ട്രസ്റ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ 8 മണിക്ക് ആരംഭിച്ച സംഗീതാർച്ചന വൈകിട്ട് 6 മണി വരെ നീണ്ടുനിന്നു. 100ഓളം ഗായകർ തുടർച്ചയായി കൃഷ്ണഭക്തിഗാനങ്ങൾ ആലപിച്ചു. സംഗീതാർച്ചനയോടനുബന്ധിച്ച് നാദബ്രഹ്മം കുടുംബാംഗങ്ങളുടെ കുട്ടികളുടെ അരങ്ങേറ്റവും നടന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
Elista Golden Diamonds, Pallikkulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി ഓണം പൊന്നോണം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. Elista Golden Diamonds, Pallikkulam Road, Thrissur. ഇന്ന് അത്തം പിറന്നതോടെ മലയാളക്കര തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. Elista Golden Diamonds, Pallikkulam Road, Thrissur. മറ്റു വാർത്തകൾ നോക്കാം. പ്രൊഫസർ MK സാനുവിന്റെ സാഹിത്യ സാംസ്കാരിക സംഭാവനകളെക്കുറിച്ച് തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും MK സാനു ലിറ്റററി സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ പരമ്പരയ്ക്ക് ചേറൂർ സാഹിതിയിൽ തുടക്കമായി. പ്രൊഫസർ MK സാനു അക്ഷരങ്ങളുടെ സ്നേഹഭാജനം എന്ന ആദ്യ സെമിനാറിൽ എഴുത്തുകാരനും ചിന്തകനുമായ അഞ്ചത്ത് ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ K ഉണ്ണികൃഷ്ണൻ, ശശി കളരിയേൽ, രാമചന്ദ്രൻ കോലഴി, സുരേഷ് കോമ്പാത്ത് എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും അവതരിപ്പിച്ചു. എഴുത്തുകാരായ K രഘുനാഥൻ, മോഹൻദാസ് പാറപ്പുറത്ത്, നഫീസത്ത് BV, ഡോക്ടർ ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൂഗ്രാമം പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്ത് 20-ാം വാർഡിൽ ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉത്സവം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അശ്വതി സുബീഷ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ EV വിപിൻ, PK ജിഷ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡി സമൂഹം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. തൃക്കൂർ സുരേഷ് വാദ്യാർ, നെല്ലുവായി രാമൻ വാദ്യാർ, ക്ഷേത്രം മേൽശാന്തി രാമകൃഷ്ണ വാദ്യാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. സമൂഹം പ്രസിഡന്റ് S ശിവരാമകൃഷ്ണൻ, ട്രഷറർ S കൃഷ്ണമൂർത്തി, S മഹേഷ്, MS ഹരിശങ്കർ, രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഓണാഘോഷ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പ്രൊമോഷൻ ലഭിച്ച ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ അനുമോദിച്ചു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സ്മിത, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു.
സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് നെടുവത്തൂർ സുന്ദരേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ്, സംസ്ഥാന സെക്രട്ടറി KK പ്രസന്നകുമാരി, നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന ട്രഷറർ രാജൻ ചുരുപ്പാറ, കൺവീനർ ഗീത രാജൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ കോട്ടപ്പടി പരദേവതാ ക്ഷേത്രക്കുളത്തിൽ കുളിക്കുന്നതിനിടെ നഷ്ടപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ സ്വർണ്ണമാല അഗ്നിരക്ഷാസേന സ്കൂബ സംഘം മുങ്ങിയെടുത്തു നൽകി. ഗുരുവായൂർ ദേവസ്വം വാദ്യവിദ്യാലയത്തിലെ നാദസ്വര വിദ്യാർത്ഥി അമൽ മാധവിന്റെ 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കുളത്തിൽ വീണത്. ഏകദേശം 22 അടി താഴ്ചയുള്ള കുളത്തിൽ നിന്ന് മാല കണ്ടെത്തുന്നതിനായി ഗുരുവായൂർ അഗ്നിരക്ഷാസേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ S സുമൻ, സനൽ എന്നിവരാണ് മുങ്ങിയെടുത്തത്. 1 മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മാല കണ്ടെത്തിയത്. തുടർന്ന് ഗുരുവായൂർ സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാൽ മാല അമൽ മാധവിന്റെ പിതാവും നാദസ്വര വിദ്വാനുമായ പുഷ്പദാസിന് കൈമാറി. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരം സ്മരണിയുടെ 36ാം പതിപ്പിന്റെ പ്രകാശനം നടന്നു. മാധ്യമപ്രവർത്തകൻ മനോജ് K ദാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ MP ശ്രീജയന് നൽകി പ്രകാശനം നിർവഹിച്ചു. പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ്, എങ്കക്കാട് ദേശം പ്രസിഡന്റുമാരായ PR സുരേഷ് കുമാർ, സെക്രട്ടറി C ജയേഷ് കുമാർ, വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തൈക്കാട്ടുശ്ശേരി ശ്രീ ചാത്തംകുളങ്ങര ശാസ്താ ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി ഇളങ്ങള്ളൂർ കൃഷ്ണദാസ് ഭഗവതി സേവയ്ക്കും മേൽശാന്തി കുറൂർ ആശൂർ ശങ്കരനാരായണൻ നമ്പൂതിരി മഹാഗണപതി ഹോമത്തിനും മുഖ്യ കാർമ്മികരായിരുന്നു. ചാത്തംകുളങ്ങര ശാസ്താ ഭഗവതി ക്ഷേത്ര പരിപാലന ധർമ്മ സ്ഥാപന ട്രസ്റ്റ് പ്രസിഡന്റ് സുരേഷ് പുത്തൻവീട്ടിൽ, സെക്രട്ടറി ഷാജു കാട്ടുങ്ങൽ, വിനീഷ് P മേനോൻ, കിരി കൈലാത്ത് വളപ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പാറമേക്കാവ് അഗ്രശാലയിൽ നടന്ന ചിത്രരചനാ മത്സരം രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചിത്രലേഖ കൺവീനർ ഷാജു ചാമ്പളിക്കുന്നത്ത്, ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ VN ഹരി, ഗീത മുകുന്ദൻ, പ്രീത ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജീവകാരുണ്യ സംഘടനയായ പൂവത്തൂർ ജെന്റിൽമെൻസ് ക്ലബ്ബും VKG ഗ്രൂപ്പും തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും സമൂഹ രക്തദാനവും നടത്തി. MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ജെന്റിൽമെൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജെയിംസ് ആന്റണി അധ്യക്ഷത വഹിച്ചു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, ജൂബിലി മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാധിക കണ്ണൻ, VKG ഗ്രൂപ്പ് ചെയർമാൻ VK ജോർജ്, VG തോമസൺ, VS സെബി, ബിജോയ് പെരുമാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി സാന്ത്വനം പാലിയേറ്റീവ് സൊസൈറ്റിയിലെ കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സാ സഹായ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഫണ്ട് ചെയർമാൻ NP അബൂബക്കറിന് കൈമാറി. നാട്ടിക പഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ PM സിദ്ദിഖിന്റെ മെമ്പർ ആൻഡ് കെയർ പദ്ധതി പ്രകാരം 4ാം വാർഡിലെ 175 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം AICC സെക്രട്ടറി TN പ്രതാപൻ നിർവഹിച്ചു. നാട്ടിക പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നമ്പറമ്പ് അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണവിപണിക്ക് തുടക്കമായി. ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമല ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ഡയറക്ടർമാരായ ജോൺസൺ മല്ലിയത്ത്, ജെയ്സൺ മാത്യു, KR സന്ദീപ്, കുട്ടൻ മച്ചാട്, IA സബീല തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂരിൽ നടപ്പാതയിലെ സ്ലാബുകൾക്കിടയിൽ കാൽ കുടുങ്ങിയ യുവാവിനെ ചുമട്ടുതൊഴിലാളികൾ രക്ഷപ്പെടുത്തി. പഴയന്നൂർ കുമ്പളക്കോട് മാട്ടിൻമുകൾ ഇസ്മയിലിന്റെ കാലാണ് കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. CITU യൂണിയൻ അംഗങ്ങൾ ചേർന്ന് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ഉളിയും ചുറ്റികയുമായി സ്ലാബിന്റെ വശങ്ങൾ പൊട്ടിച്ചാണ് കാൽ പുറത്തെടുത്തത്. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പരിവാർ നാഷണൽ പാരന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വേലൂരിൽ പരിവാർ കുടുംബസംഘവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പരിവാർ സ്റ്റേറ്റ് ഡയറക്ടർ PD ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷൈനി ജിബിൻ, മെമ്പർ ജനാർദ്ദനൻ, പരിവാർ ജില്ലാ പ്രസിഡന്റ് A സന്തോഷ്, AJ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ക്യാമ്പിന് ഡോക്ടർ ഫാത്തിമ ആരിഫ്, അനിൽ വടക്കേടത്ത്, ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഏനാമക്കൽ ഇടവക ദർശന സഭാ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വികാരി ഫാദർ തോമസ് ചുണ്ടൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വർഗീസ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി KT സ്റ്റീഫൻ, കൺവീനർ ടോമി തോലത്ത്, TD ഔസേബ് തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് പാവർട്ടി റോയലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK അനിൽകുമാർ, ക്യാമ്പ് കൺവീനർ VJ ഷിജോ, ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ, പ്രീജോ ജോണി തുടങ്ങിയവർ സംസാരിച്ചു. കാരമുക്ക് ശ്രീ ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷം നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി മുരളീകൃഷ്ണ ഭട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മാനേജർ, ഊരാളന്മാർ, മാതൃസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അയ്യന്തോൾ പുലിക്കളി ദേശത്തിന്റെ 9ാം വാർഷികവും സൗജന്യ PSC ക്ലാസ്സായ പുലിമടയുടെ ഓണാഘോഷവും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അയ്യന്തോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് MLA രാജൻ ജയപാലൻ ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ പുലിക്കളി ദേശം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബ്സൺ പോൾ അധ്യക്ഷത വഹിച്ചു. ദേശത്തിന്റെ ഓണപ്രഥമൻ എന്ന സ്മരണയുടെയും പുലിക്കളിയോടനുബന്ധിച്ച് ദേശം പുറത്തിറക്കുന്ന പുലിച്ചന്തം എന്ന ആൽബത്തിന്റെയും പ്രകാശനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. സൗജന്യ PSC ക്ലാസിന് നേതൃത്വം നൽകുന്ന ധീരജനെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ആദരിച്ചു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ് മുഖ്യാതിഥിയായി. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസൺ, കൗൺസിലർ വത്സല ബാബുരാജ്, അയ്യന്തോൾ ദേശം സെക്രട്ടറി സുനിൽ ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത റാങ്ക് നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. പൂക്കളവും പാട്ടും മേളവും ഓണസദ്യയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. കേവലം പുലിക്കളിക്കപ്പുറം അയ്യന്തോൾ അപ്പൻ തമ്പുരാൻ വായനശാലയുമായി സഹകരിച്ച് പുലിക്കളി സംഘാടക സമിതി നടത്തിവരുന്ന സൗജന്യ PSC പരിശീലനം വഴി ഇതിനോടകം 750ഓളം ഉദ്യോഗാർത്ഥികൾക്കാണ് സർക്കാർ ജോലിയിൽ നിയമനം ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ സമിതിക്ക് സ്വന്തമായി കെട്ടിടം സ്ഥാപിക്കുന്നതിനായി സർക്കാർ തലത്തിൽ 10 സെന്റ് ഭൂമി സൗജന്യമായി അനുവദിച്ചു നൽകണമെന്ന ആവശ്യം ഭാരവാഹികൾ ചടങ്ങിൽ മുന്നോട്ട് വെച്ചു. സദുദ്യമം മുൻനിർത്തിയുള്ള സമിതിയുടെ ആവശ്യം തികച്ചും ന്യായമാണെന്നും ഇതിനായി ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും നൽകുമെന്ന് MLAയും മേയറും ഉറപ്പു നൽകി. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. മേൽശാന്തി കതിർക്കറ്റകൾ ശിരസിലേറ്റി പ്രദക്ഷിണം വെച്ച് നമസ്കാര മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിച്ച് പൂജിച്ച കതിരുകൾ ശ്രീകോവിലിൽ ശാസ്താവിന് സമർപ്പിച്ചു. ക്ഷേത്ര പത്തായപ്പുരയിലും നെല്ലറയിലും മറ്റും കതിരുകൾ സമർപ്പിച്ചതിനു ശേഷം നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകി. ക്ഷേത്ര മേൽശാന്തിമാരായ മുടമീത്തിൽ രാമൻ എമ്പ്രാതിരി, മൂർക്കനാടുമന മോഹൻ നമ്പൂതിരി എന്നിവർ ഇല്ലം നിറയ്ക്ക് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അത്തം പിറന്നു, ഇനി പൂവിളിയുടെ നാടുകൾ. തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഓണത്തിന്റെ വരവറിയിച്ച് ഭീമൻ പൂക്കളം വിരിഞ്ഞു. ഓണത്തിന്റെ ആരവങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കുമ്മാട്ടി സംഘങ്ങൾ ഒരുങ്ങുന്നു. കുമ്മാട്ടി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് തൃശൂർ നടുവിലാലിൽ കൊടിയേറി. നടൻ ദേവൻ BJP വിട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും പാർട്ടിയിലെ പ്രാഥമിക അംഗത്വവും രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ഉടൻ കൈമാറും. കുറാഞ്ചേരി ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 8 ആണ്ട്. മരിച്ചവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ കണ്ണീർ പ്രണാമർപ്പിച്ച് കുറ്റവരും പ്രദേശവാസികൾ. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് സമീപം റോഡരികിലെ മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചതിനെ തുടർന്ന് പക്ഷിക്കുഞ്ഞുങ്ങൾ ചത്തുവീണു. പ്രതിഷേധിച്ച് പരിസ്ഥിതി പ്രവർത്തകർ. തൃശൂർ വെള്ളാനിക്കരയിൽ ഫാമിലെ പശുക്കളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കാൻ ശ്രമം. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഫാം ഉടമ. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന സ്കൂൾ മാനേജർ
വാട്സപ്പ് സന്ദേശം വിവാദത്തിൽ മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടിന്റെ സന്ദേശമാണ് വിവാദമായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.